നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. എന്താണ് മൽപ്പിടുത്തത്തിന് ഇരിക്കുന്ന പോലെ ഒരു മൽപ്പിടുത്തത്തിന് ഇരിക്കുന്ന പോലെ പാവന്റെ സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട്. നായിക ടെർബോല് കലക്കിയിട്ട് ഇതിലേക്ക് വന്നേക്കോല്ലേ, പിന്നെ എന്ത് വേണം? ഈ സിനിമയ്ക്ക് അടുത്തൊരു മൈലേജ് ആണ്. അങ്ങനെ പറയാനൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പറയാനുള്ളൂ. എന്നാ ഇങ്ങനെ പറയൂ. എങ്ങനെയെങ്കിലും അല്ല, നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കരുത്. ഞാനിതില് ഒരുപാടുണ്ട്, അങ്ങനെയൊന്നും പ്രതീക്ഷ ആരും കാണരുത്. ബിക്കോസ് ഞാനുണ്ട്, ഞാനൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഇങ്ങനെ ഒരുപാട് ത്രൂ ഔട്ട് ഉണ്ടാവും, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിലും പ്രേക്ഷകർ ഒന്നും പ്രതീക്ഷയല്ല ഇപ്പൊ പോണത്. പോകുമ്പോ പ്രേക്ഷകർക്ക് കിട്ടുമ്പോ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇറങ്ങി പോകും. അത് നല്ല കാര്യമാണ്. അങ്ങനെയാണല്ലോ പ്രേക്ഷകർ. പ്രതീക്ഷ നമ്മള് ഉമ്മാനും തള്ളി കൊടുത്തിട്ട് കാര്യമല്ലോ. അതെ അതെ, അങ്ങനെയല്ലേ? പിന്നെ നായകനിൽ തുടങ്ങാലോ. രണ്ട് കിച്ചുവിൽ ആരാന്നുള്ളത് ടോസ് ഇട്ട് നോക്കിയാലോ നമുക്ക്. ഒന്നുമില്ല, നമ്മുടെ നായകൻ ജോണി ചേട്ടനാണ്. ഞാനില്ല അതല്ലേ നായകൻ പരിപാടിയല്ല, എല്ലാവർക്കും അവരവരുടെ സ്പേസ് ഉണ്ട്. സ്പേസ് ഉള്ള ഒരു കഥാപാത്രങ്ങളാണല്ലേ. പട്ടാപ്പകൽ നടക്കുന്ന സംഭവം പാതിരാത്രിക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? ഇല്ല, നൈറ്റ് ഷൂട്ട് ഇല്ല. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും നല്ലൊരു മനോഹരമായ ഒരു കാര്യം. ഒറ്റ ദിവസം നൈറ്റ് ഷൂട്ടില്ല. ഒറ്റ ദിവസം നൈറ്റ് ഷൂട്ടില്ല. കറക്റ്റ് രാത്രി 9:30 മണിക്ക്. 9:30 6 സൺ പോയാൽ തീർന്നു. കൂടുതലും ഔട്ട്ഡോറാ ഷൂട്ട്. പ്രൊഡ്യൂസർ എന്ത് പറഞ്ഞു? അപ്പൊ ഈ ബാറ്റ എങ്ങനെ ഒപ്പിച്ചു എന്നുള്ളതാണ്. ബാറ്റ ഒരു 9 മണിയുടെ പോയല്ലേ പ്രൊഡ്യൂസർ മൂലമുള്ളൂ. ഞാൻ പ്രൊഡ്യൂസറിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാം. പക്ഷെ ഷൂട്ടിന്റെ നമ്പർ ഓഫ് ഡേയ്സ് കുറവായിരുന്നു. അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കൊടുത്തു. കാരണം 10 ദിവസം ഡേറ്റ് ഉള്ളവർക്ക് 7 ദിവസം 8 ദിവസം ഒക്കെ കൊണ്ട് തീർന്നിട്ടുണ്ട്. എന്താണ് ഈ സബ്ജക്ട് പറഞ്ഞു വെക്കുന്നത്? ഇതൊരു ഈ ട്രെയിലർ കാണുന്ന പോലെ തന്നെ ഹ്യൂമറാണ്. അപ്പൊ കഥയല്ല, അതിന്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ അതായപ്പോ ജോണി ചേട്ടൻ ആണ് ഇല്ല മെയിൻ. ജോണി ചേട്ടന്റെ ഒരു കാര്യം ഈ പറയുന്ന പോസ്റ്ററിൽ കാണുന്ന എല്ലാവരുടെയും ലൈഫിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവം സാഹചര്യം ഭയങ്കര രസമായിട്ട് പറഞ്ഞേക്കും. ഒറ്റ ദിവസത്തെ കഥ, ആ ഒറ്റ ദിവസത്തെ കഥയാണ് പറഞ്ഞു വെക്കുന്നത്. എനിക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് പക്ക ചിരി, ഒത്തിരി ചിരി, അതിൽ തന്നെ കുറെ ചിരികൾ നമുക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഒക്കെ വേഷം ഓട്ടവും ബഹളവും പരിപാടി അങ്ങനെയുള്ള ഒരു ഹ്യൂമറാ. ഹ്യൂമറിന് വേണ്ടിയില്ല. അങ്ങനെയാണ് കഥ. അങ്ങനെ പോകുന്നൊരു സംഭവം. ഈ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? കോട്ടയം ഭാഗത്തായിരുന്നു അല്ലേ? എന്തായാലും ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാവുകയാണ് വീണ്ടും അല്ലേ? കുറെ സിനിമകൾ ചെയ്തു വെച്ചു. പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വലിയ വലിയ താരങ്ങളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ദുബായിൽ സ്ഥിരം ഷൂട്ടിങ്ങിൽ പോയി അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ സിനിമകളായല്ലോ. നോക്കണേ ഇവിടെ തന്നെ നോക്കണം. ദുബായിൽ എത്ര സിനിമ ഷൂട്ടിന് പോയി? പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കുറെ സിനിമയുടെ ഭാഗങ്ങളാകുകയാണ്. നമുക്ക് എന്നും സിനിമ കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷമാകുന്നത്. പ്രേക്ഷകർ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സിനിമകൾ വരുന്നു അല്ലേ? ഈ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ സിനിമ ഞാൻ ചെയ്യാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഈ സിനിമയുടെ ഫസ്റ്റ് ഞാൻ ഇതിന്റെ കഥ ഇവർ പറയുമ്പോൾ ഓൾറെഡി ഞാൻ വേറൊരു പടം ഉണ്ട്, വേറൊരു കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇവരുടെ ഷൂട്ടും ഇവർക്കും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് ഏപ്രിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിലിൽ വിളിച്ചിട്ടാണ് ഈ സംഭവം. അപ്പോൾ ഓൾറെഡി ഞാൻ കേട്ട കഥയാണ്. അപ്പോൾ അത് വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ രസമുള്ളൊരു ക്യാരക്ടർ. അങ്ങനെ വന്നു, അങ്ങനെ എത്തി അല്ലേ? രണ്ടുപേരെ എങ്ങനെയാണ് അവർ വിളിച്ചോണ്ട്? നിങ്ങൾ രണ്ടുപേരും കിച്ചു എന്ന് വിളിക്കുമ്പോൾ പ്രശ്നമാകുമല്ലോ. അല്ല വിളിക്കുമല്ലോ സീനിന് വേണ്ടി ADC-മാരെ ഒന്ന് വിളിക്കുമ്പോഴേ, അതാണ് ഞാൻ ചോദിച്ചത്. ഇല്ല അങ്ങനെ, കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ ഒറ്റ ദിവസം ഇങ്ങനെ കറങ്ങുന്ന ഒരു കഥയാണ്. കോമ്പിനേഷൻ ഭയങ്കര കുറവായിരുന്നു. എല്ലാവർക്കും വേറെ 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 പരിപാടികളായതിന്റെ പേരില് ഇടക്ക് മാത്രമാണ് കിച്ചൊക്കെ ഒന്നിച്ചിട്ടുള്ളൂ. വലിയ കുഴപ്പമുണ്ടായില്ല. സത്യം പടി പാളിയാനെ. അത് ഞാൻ ചോദിച്ചത്. ഇയാളെല്ലാം ചീത്ത എനിക്ക് കേൾക്കും, എന്റെ മൊത്തം ഇയാൾക്ക് കേൾക്കും. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ചീത്ത ആരെയായിരിക്കും കേൾക്കുക? എന്റെ ആയിരിക്കും വിളിക്കാൻ പോകും. വിനയം, എളിമ അല്ലേ? ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു സിനിമ നായകനായിട്ട് റിലീസായി. ഇപ്പൊ അടുത്ത സിനിമ ഉടൻ തന്നെ റിലീസ് ആവുന്നു. വളരെ സന്തോഷവാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളെ തേടി സിനിമകൾ വരുന്നു, നമ്മൾ അഭിനയിച്ചു പോകുന്നു. ഓരോ കഥാപാത്രം കിട്ടുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട്.
അതെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് എടുക്കുക? തയ്യാറെടുപ്പ് അങ്ങനെ പരിപാടിയൊന്നുമില്ല. അതായത് ഈ ഡയറക്ടർ എന്ത് പറയണത് നമ്മൾ ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോണത്. പിന്നെ ക്യാരക്ടർ അത് ചെയ്യാന്നെ, ഡയറക്ടർ ഹാപ്പി ആയിരിക്കണം, അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഇതിലെ കഥാപാത്രം എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഒരു വില്ലനുമാണ്, അല്ലെങ്കിൽ കോമഡി എല്ലാം കൂടെ പിടിച്ചു പോകുന്നതായിട്ട് എനിക്ക് അങ്ങനത്തെ തോന്നുന്നു. ഒരു പരിപാടിയാണ്. കാരണം ഞാൻ ഇതുവരെയായിട്ടും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടുള്ള ഒരു കോമഡി സംഭവമൊക്കെ ആയിട്ട്. ഇത് കോമഡി ഉണ്ട്, ചെറിയ സീരിയസും ഉണ്ട്. നന്നായി പറഞ്ഞിട്ട് എന്താണ് കുറച്ച് പേടിപ്പിക്കലുണ്ട്. എല്ലാം ഉണ്ട് പരിപാടികള്, എല്ലാം പിടിച്ചിട്ടുണ്ട് അല്ലേ? രസമുള്ള പരിപാടിയാണ്. ഞാൻ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു സാധനം. കോസ്റ്റ്യൂമിൽ തന്നെ വ്യത്യാസമുണ്ട്. ഉണ്ട്. അതാണ് കോസ്റ്റ്യൂം കാണുമ്പോൾ തന്നെ നമുക്ക് ചിരിക്കാൻ തോന്നുന്നുള്ളൂ. പക്ഷെ എന്നോട് ഇവര് റെഫറൻസ് പറഞ്ഞ സാധനമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഇതിന്റെ പരിപാടികളെ അത്രേ ഉള്ളൂ അല്ലേ? കൂടുതലൊന്നും ഈ സിനിമയെ കുറിച്ച് പറയാൻ പറ്റില്ല നമുക്ക്. അത്തരം ഒരു കഥകളാണ് പറഞ്ഞ പിന്നെ കഥയായി. അല്ല, ഒരു ദിവസം ഒന്നോട് പറയാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ടുള്ള ഷൂട്ടാകുമ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല. എല്ലാം അതിനകത്ത് ഉൾക്കൊണ്ട് പോവല്ലേ. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തു അല്ലേ? കുറേ കഥാപാത്രങ്ങൾ എല്ലാം വെറൈറ്റി കഥാപാത്രം, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കഥ എങ്ങനെയാണ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഉണ്ടായ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ആ ടൈമിൽ വിളിച്ചു, ഇങ്ങനെ ഒരു സംഭവമാണ്, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ഇങ്ങനെ ഒരു സാധനങ്ങൾ വന്നു പോകുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അല്ലാതെ അത് പ്രത്യേകിച്ചൊരു ഭയങ്കര റെസ്പോൺസിബിൾ ക്യാരക്ടർ ഒന്നും അല്ലല്ലോ. പിന്നെ കുറച്ചൊക്കെ പെർഫോം ചെയ്യാനുണ്ട്. കൊത്തയില് വെച്ചുപോലും നമുക്കറിയില്ല ഈ പടം ചെയ്യാൻ. അതെ, ഈ പടം അത് കഴിഞ്ഞ് ഉടനെ ചെയ്ത പടം. സമയത്താണ് ഒന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ പടത്തിന്. ആ സമയത്ത് അറിയില്ല ഈ പടം ഞങ്ങൾ ചെയ്യാൻ പോകുന്നു അടുത്ത മാസം. അതെ രസം. നിങ്ങൾക്ക് അറിയില്ല, വളരെ പെട്ടെന്ന് വന്ന അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു താങ്കൾ ചെയ്തു വെച്ച ഈ പറഞ്ഞ പോലെ ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ കുറേ ഉണ്ട്, കുറേ കഥാപാത്രങ്ങൾ. എന്തുകൊണ്ട് വേണ്ട രീതിക്ക് താങ്കളെ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സമയം? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് തന്നെ അല്ല, വേണ്ട രീതിക്ക് ഞാൻ എടുത്തു ചോദിക്കുകയാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നു, താങ്കളെ ഒരേ വെറൈറ്റി വേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെയ്തത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ താങ്കൾക്ക്? അല്ല, വേണ്ട രീതി അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് വേണ്ട പബ്ലിസിറ്റി ഇതുവരെ ആയിട്ടില്ല. അതിന് മാത്രം വലിയ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ അറിയാവുന്നവർക്ക് അറിയാവുന്നല്ലേ ഉള്ളൂ. ഒരു ഡയറക്ടർ ഇന്ന കാസ്റ്റിംഗ് തീരുമാനിക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ നിൽക്കത്തക്ക രീതിയിൽ ഒരു സാധനം രജിസ്ട്രേഷൻ വന്നിട്ടില്ല. എന്നും താങ്കൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന സിനിമ ഏതായിരിക്കും താങ്കൾ അഭിനയിച്ചതെന്ന് ചോദിച്ചാൽ ഏത് പറയാൻ പറ്റും? കുറെ പടമുണ്ട്, പക്ഷേ അല്ല, നമ്മൾ നോട്ട് ചെയ്തു. ഇപ്പൊ നോട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഒരു ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. എന്നെ ഓർത്തിരിക്കുന്ന ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ ഓർത്തിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന സിനിമ. എനിക്കൊന്ന് കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളത് ജാനവനാന്ന് തോന്നുന്നു, കുറെ ഞാൻ ചെയ്ത പടങ്ങളിൽ. തീർച്ചയായിട്ടും നമ്മളൊക്കെ മാർക്ക് ചെയ്ത ആ സിനിമ തന്നെയാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമകൾ വെച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് വേണ്ടത്ര സ്പേസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് വീണ്ടും ഞാൻ ചോദിക്കുന്നു. അല്ല, ഒരു കഥാപാത്രം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് എന്തെല്ലാം ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സ് ഇറങ്ങിയപ്പം ഞാൻ പറഞ്ഞു, നീ എന്താണ് അതിനകത്ത് തന്നെ വിളിക്കായിരുന്നു എന്ന് ചോദിച്ചപ്പം, ഇല്ല, അതിനകത്ത് ഒരു ക്യാരക്ടർ നിനക്കായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ പറഞ്ഞ് അത് മാറി. ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മളെ ആളുകൾ ഓർക്കുന്നുണ്ട്, പക്ഷെ നമ്മളിലേക്ക് എത്താനായിട്ട് അതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഒരു കൂട്ടുകെട്ട് വേണമെന്ന് വല്ലതും തോന്നിയിട്ടുണ്ടോ? സിനിമകൾ കിട്ടണമെങ്കിൽ ഒരു ഗ്യാങ് വേണം, അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ട് വേണം. കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റീച്ച് ഉണ്ടാവും. അവരുടെ അടുത്ത് നമ്മൾ പോകുമ്പോൾ അടുത്ത ആളെ കാണും, അവിടെ പോകുമ്പോൾ എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കണക്റ്റഡ് അല്ലെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ എൻ്റെ ഒരു നേച്ചർ അത് കുറച്ച് എന്താണെന്നറിയില്ല. ആളുകൾ പെട്ടെന്ന് ബോർണാന്ന് വിചാരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വിചാരിക്കുകയാണോ? ലെവനെ അവനെ കൂട്ടും അല്ലേ, അവനെ കൂടെ വിളിക്കുന്നു പറയില്ലേ ലെവന്, അങ്ങനെ ആയിരിക്കാം സാധ്യതയുണ്ട്. അങ്ങനെ വിചാരിച്ചിട്ട് വേണ്ടാന്ന് വെക്കുന്നതാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, കൂട്ടുകെട്ടില്ലാത്തതിന്റെ കാര്യം ഇതാണ്. ഇതിനെ അവന് ഇപ്പൊ എന്നെ വിളിച്ച കഥാപാത്രങ്ങളെല്ലാം ആളുടെ പ്രൈവസിയാണുള്ളത്. അതെ, തീർച്ചയായിട്ടും അതെ. അല്ല, അവൻ ചെയ്താൽ കൊള്ളാന്ന് അവർ വിചാരിക്കുന്നതെന്നും പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് ഒരു രജിസ്റ്ററിങ് ആയിട്ടുള്ള ഒരു സംഭവം വന്ന് എന്നെ, അതാണ് വിഷയം, എന്നെ അറിയുന്നവർ കുറവാണെന്നുള്ളതാണ് വിഷയം. അറിയുന്നവരൊക്കെ ഉണ്ട്, അറിയുന്നവരില്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കില്ല. നിങ്ങളെല്ലാം കുറവാന്ന് ഞാൻ പറഞ്ഞു. പ്രേക്ഷകർ അറിയുന്നു, നല്ല രീതിക്ക് അറിയുന്നു. റീച്ച് ഈ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് അവർ ഓർത്തിരിക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാണ് വിചാരിച്ചത്. ഏതെങ്കിലും സിനിമ നമ്മളെ വിളിച്ചിട്ട് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് താങ്കൾക്കാണ് ഒരു വെച്ചെടുത്ത, പക്ഷെ വേണ്ട എന്ന് പിന്നീട് വല്ലതും തീരുമാനിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും? ഞാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, അവര് അതുണ്ടാവുമായിരിക്കും.
എന്നോട് പറഞ്ഞിട്ട് ഉറപ്പായിട്ടും 1-2 സാധനങ്ങൾ അങ്ങനെ. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ നീ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മാറിപ്പോയിട്ടുള്ളതുകൊണ്ട് അതങ്ങനെ നടക്കുന്നുള്ളൂ. അതങ്ങനെ നടക്കുള്ളൂ. സിനിമയല്ലേ. ഇപ്പൊ ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ചിലപ്പോൾ അടുത്ത സുഹൃത്തിനെ ഞാൻ ചിലപ്പോൾ മറന്നു പോകും. സിനിമ എന്ന് പറയുന്നത് കല്യാണം പഠിക്കാൻ വിട്ടുപോകുന്ന പരിപാടി. എന്ത് സിമ്പിളായിട്ടാ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ. അല്ല അതങ്ങനെയാണത്. നിസ്സാരമായിട്ട് പറഞ്ഞു തീർക്കാം. നമ്മളത് വെറുതെ വലിയ സംഭവമല്ല. എന്നെ വിളിക്കാനായിട്ട് ഞാൻ അത്ര വലിയ സംഭവങ്ങൾ ചെയ്തിട്ടുമില്ല, അത്ര വലിയ സുഹൃത്തുക്കളും എനിക്കില്ല, ആയിട്ടില്ല. പിന്നെ അത് രജിസ്റ്ററായി ഒരുപാട് ടൈം എടുക്കും. തീർച്ചയായിട്ടും നമുക്കൊരു ഞാൻ ചോദിച്ചു വന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു സുഹൃത്ത് വലയം എന്നുള്ളൊരു സിനിമയിൽ അത്യാവശ്യമാണ് എന്ന്. സുഹൃത്ത് വലയം എല്ലാത്തിലും നല്ലതല്ലേ. ഒരു തിരിച്ചറിവ് സിനിമയിൽ കൃത്യമായിട്ടുണ്ട്. സിനിമയിലുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാത്തിലും സുഹൃത്ത് വലയം എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് നല്ല സിനിമകൾ ഉണ്ടാകുന്നത് എല്ലാ കാലത്തും ഭയങ്കര ഇതാണ്. അങ്ങനെ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും. ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് പോയെന്നൊക്കെ ഇറക്കണ മനസ്സിലായല്ലോ. എന്നോട് ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അല്ല ഞാൻ ആ റൂട്ട് കൃത്യമായിട്ട് ചോദ്യം കൃത്യമായിരുന്നു. പ്രശാന്തിന്റെ ഉത്തരവ് ഞാനത് ഇഷ്ടപ്പെടുന്നു. ആളുകളുടെ മനസ്സിലുള്ള സാധനങ്ങളാണല്ലോ. എന്തുകൊണ്ടാണ് ഇയാളെ കാണാത്തത്? ഇയാളെ എനിക്ക് ഇഷ്ടമാണ്. ആളുകൾക്ക് നമ്മളെ വെച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ സിനിമ, ഒരിക്കലും പറ്റില്ല. അപ്പൊ ആളുകളുടെ ഇഷ്ടം ഒരു വശത്ത് കിടക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡില് ഉണ്ട്. ഡയറക്ടേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ഒക്കെ ഇഷ്ടങ്ങളുണ്ട്. അല്ല ഞാൻ കൃത്യമായിട്ട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ആ നിങ്ങൾ അഭിനയിച്ചു വന്ന കൂട്ടുകെട്ടിൽ പിന്നെയും സിനിമകൾ വരുന്നുണ്ട്. അതിലേക്ക് താങ്കളെ കാണാതെ വരുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്നതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. അല്ല എനിക്ക് തോന്നുന്നത് ഈ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് കൃത്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ചേരുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഇപ്പം എന്നെ വെക്കാന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ചിലപ്പോൾ വേറെ ആളെ വെക്കാൻ പറ്റണമെന്നില്ല. നല്ലൊരു ക്യാരക്ടർ ബ്രേക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞാലും ശരിയുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ ആൾക്കാരുടെ അടുത്ത് പോകുന്നില്ല, ചാൻസ് ചോദിക്കുന്നില്ല, അതൊരു വിഷയമാണ്. ഒരു സാധനം സെറ്റ് ചെയ്യണം, ഒരു ക്യാരക്ടർ ഇതൊക്കെ മാറ്റി തരും പുള്ളി. അല്ല അത് മാറ്റാനുള്ള ഒരു പേരാക്കി തരും ഉറപ്പ്. അല്ല നമ്മൾ ചോദിക്കാനില്ല. ഞാൻ നേരത്തെ കിച്ചു പറഞ്ഞു തന്നെയാണോ. ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നു. പല വേഷങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ മുമ്പ് ഇരുന്നിട്ടുമില്ല, അതായിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടല്ലോ, അതിലാണ് ഇരുന്നത്. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ അപ്പോഴൊക്കെ ആ ഒരു കൂട്ടായിട്ട് വേറെ സിനിമയിലേക്ക് വരുന്നില്ല. അവിടെയാണ് നമ്മുടെ ഒരു ചോദ്യം പ്രസക്തമാകുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെയാണ് ചിലപ്പോ അടുപ്പിച്ച് ഒരേ ആളുകൾ സിനിമകൾ ചെയ്യുന്നുണ്ട് ആ ഗ്യാങ്ങിൽ, ആ കൂട്ടുകെട്ടിലുള്ളതുകൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അത് എന്തുകൊണ്ട് താങ്കൾ മാറിപ്പോകുന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഒരു ആങ്കറുമായിട്ട് പ്രേക്ഷകൻ എന്ന നിലയ്ക്കുണ്ടായ ഒരു ഡൗട്ടാണ് ഞാൻ ചോദിച്ചു പോയത് കേട്ടോ. കഴിഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പടം ചെയ്തത് പ്രശാന്താണെന്ന് തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പടം ചെയ്തത് കുറേ പടം ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ ഒന്നിന് പറയാൻ അവര് ചെയ്യുമ്പോൾ പിന്നീട് ഉണ്ടാകുന്നില്ല. അവിടെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് മാറുന്നു എന്ന് പുള്ളിയും ചിന്തിച്ചിട്ടില്ല, നമ്മളും ചിന്തിച്ചിട്ടില്ല. അത് കേൾക്കുന്ന അവർക്ക് മനസ്സിലാകട്ടെ. ആരും ചിന്തിക്കണ്ട, കേൾക്കുന്ന അവർക്കറിയാലോ. ഒരു പോയിന്റ് അവിടെ പറഞ്ഞു, ഞാൻ ബോർണാണെന്നുമല്ല അവർക്ക് ഡൗട്ട് ഉണ്ടോ എന്നൊരു ഡൗട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞു കാഴ്ചപ്പാട്. അതെ, തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് പറഞ്ഞ കാഴ്ചപ്പാടാണ്. എന്തായാലും പട്ടാപ്പകലിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. പട്ടാപ്പകലിലേക്ക് തിരിച്ചു വരുമ്പോൾ നായിക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആദ്യം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീൻ ഇല്ല. ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്തായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ. പ്രശാന്തും ഫ്രാങ്കോയും ഈ 3 ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് എന്റെ പരിപാടികൾ നീങ്ങുന്നത്. ടെല്ലസായിട്ടുള്ള സംഭവം വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സോടുകൂടി അടുപ്പിച്ച് അതും ഓട്ടവും ബഹളവും ഡയലോഗല്ല അതിലും വരണത്. ഞാനിപ്പോഴാണ് ഇവിടെ വെച്ച് കാണുന്നത് അല്ലേ? നമുക്ക് കോമ്പിനേഷൻ ഇല്ല. മറ്റേ ഇതില് ജയസൂര്യയും നവ്യ നായരും കൂടി ബസ്സിൽ പോകുമ്പോ ഇതാരെ അടുത്ത് വന്നിരിക്കണേ ചോദിക്കൂലേ, അതുപോലെ ഇതാരത് പോസ്റ്റർ കണ്ടിട്ടുള്ളൂ. ഇതില് ഭൂരിഭാഗം പേര് പരസ്പരം അറിയില്ല. ഐ മീൻ സീനില്ല. അപ്പൊ ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ പോകുമ്പോ എനിക്ക് ഇപ്പൊ രമേശ് ചേട്ടനെ ഞാൻ വിളിച്ചു, രമേശേട്ടാ അവിടെ ഉണ്ടാവൂലേ? ഇല്ലടാ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കൊച്ചിയെത്തി. ഗൂഗിളിനെ വിളിച്ചു, അളിയ ഇന്നലെ വരണ്ടേ, എന്റെ തീർന്ന് ഞാൻ എന്തേ കൊച്ചിയെത്തി. നന്ദൻ എല്ലാരും കൊച്ചിയെത്തി. കോട്ടയത്ത് ഒരാളും ഇല്ല, കോട്ടയത്ത് ഉള്ളതാണ് ഇവര്. അപ്പൊ ഞാൻ കിച്ചുവായിട്ടും ചെയ്തിട്ടില്ല, പ്രശാന്തായിട്ടും ചെയ്തിട്ടില്ല, ഫ്രാങ്കോയായിട്ടും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ സിനിമകള്. ഒരുമിച്ചുണ്ടായിരുന്നു. കാരണം ആ സീക്വൻസുകളൊക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സെപ്പറേറ്റ് ആണെങ്കിലും ഔട്ട്ഡോർ ആണ്, റോഡ് പരിപാടി സാധനങ്ങളാണ്. അപ്പൊ കിച്ചുവിന്റെ കഴിയുമ്പോഴത്തേനും നമ്മുടെ 2 പേരുടെ സാധനം വരും, ഇതിന്റെ ഇടയിൽ പ്രശാന്ത് വരും.
അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. വന്നു പോകുന്ന ഒരു സംഭവം, അങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പൊ തുടക്കം കുറച്ച് പേരാണ് പടം കൊണ്ടുപോകണമെങ്കിൽ സെക്കൻഡ് ഹാഫ് വേറെ ആൾക്കാരാണ്, അങ്ങനെ പോകുന്നൊരു എല്ലാവർക്കും സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ബാക്കി ഇങ്ങനത്തെ സിനിമകളിലൊക്കെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് ആകുമ്പോഴത്തേനും എല്ലാവരും കാണും. ഇത് അതുമില്ല, കാര്യമായിട്ട് ഇതിലതുമില്ല. അപ്പൊ ഇതിന്റെ നമുക്ക് സക്സസ് പാർട്ടിക്ക് എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടാം. അതായിരിക്കും അങ്ങനെ നടക്കട്ടെ. പോസ്റ്ററിൽ കണ്ടു നമ്മളിപ്പോ എല്ലാരും എല്ലാരും കാണുന്നുണ്ട് പോസ്റ്റർ, എല്ലാരും വെച്ചിട്ടുണ്ട്. പോസ്റ്റർ നോക്കിയത് എല്ലാം വെട്ടി ഒട്ടിച്ചേക്കണ ഒരുമിച്ചല്ല, അതായത് ഒരു സ്റ്റില്ലിന് പോലും അവസരം കൊടുത്തിട്ടില്ല. അല്ല അങ്ങനെ ചില അങ്ങനെ പോകുന്ന ഒരു സിനിമയാണത്, ഒരു 2 മണിക്കൂർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കാണുന്ന ആൾക്കാർക്ക് ഇന്നൊരാളെന്നുള്ള സാധനം വരില്ല. അതാണ് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നായകൻ എന്ന് പറയുന്ന സാധനം ഇല്ല. എല്ലാവരും കാരണം ഓരോരുത്തരും ഓരോ സമയം, ഇപ്പൊ 15-20 മിനിറ്റ് ജോണിച്ചേട്ടനാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന 15 മിനിറ്റ് രമേശ് ചേട്ടനും ഗോകുലിനും സുധിയേക്കും കൊണ്ടുപോകുക, അത് കഴിഞ്ഞ് നമ്മളായിക്കും കൊണ്ടുപോകുക, അത് കഴിഞ്ഞ് കിച്ചുവായിക്കും കൊണ്ടുപോകുക, അങ്ങനെ മാറി മാറി വരുന്ന സീക്വൻസുകളാണ്. പകല് പല സ്ഥലത്ത് വെച്ച് പല ആളുകളെ കാണുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. അതെ, ആ രീതിക്ക് തന്നെയാ നമ്മള് പല ഇൻസിഡന്റ് പട്ടാപ്പകല് സംഭവിച്ചു. ഒരു ബന്ധുവില്ല, ഒരു ബന്ധുവില്ലാണ്ട് കുറെ ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഇത് എന്താണ് എന്നുള്ളത് അതാണ് സംഭവം. ആ ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും. ഈ ഇവരൊക്കെ ആരുമായിട്ട് ഇപ്പൊ ഇതിൽ ആരുമായിട്ടാ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു? നായകനായിട്ട് കോമ്പിനേഷൻ ഇല്ല. അല്ല എങ്കിലും ഒരു കൂട്ടുകാരനോ അല്ല വല്യപ്പനൊക്കെ ആയിട്ട് പറയാൻ വേണ്ടി ചോദിച്ചാൽ ആരെങ്കിലും ആയിട്ട് ഇന്നാണ് കാണുന്നത് തന്നെ. അല്ല, എനിക്ക് തോന്നുന്നു ആൾക്ക് കോമ്പിനേഷൻ ഉള്ളത് ഗോകുലിനും സുധികോപ്പയായിട്ടാണ് കോമ്പിനേഷൻ ഉള്ളത്. എനിക്ക് ഇവരുടെ കൂടെ ഒന്നും എനിക്ക് കോമ്പിനേഷൻ ഇല്ല. ഇവരെ സെറ്റിൽ കണ്ടിട്ടുമില്ല. ഇല്ല, സെറ്റിൽ കോമ്പിനേഷൻ ഇല്ല. ഞാൻ ഇവിടെ വളരെ രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാന്ന് തോന്നുന്നത്. ചില സസ്പെൻസ് പറഞ്ഞതൊക്കെ അങ്ങനെയല്ലേ. അതിന്റെ അപ്പുറത്തേക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതും ചിലപ്പോ ഫുഡ് കഴിക്കുമ്പോൾ ഹോട്ടലിലെങ്കിലും കാണുമായിരുന്നു, അതുപോലെ കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ട്രെയിലർ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവരൊക്കെ ഉണ്ടെന്നുള്ളത്. അതെ അതെ. പുള്ളിക്കാരി വിചാരിച്ചിരുന്നത് ഷോർട്ട് ഫിലിം ആണെന്നാ, കാരണം ഇത്തിരി ഷൂട്ട് ചെയ്ത് വിട്ടേ. അപ്പൊ പടമാണത്. അതാ തുടക്കത്തിൽ പറഞ്ഞത്, ഞാൻ ഫുള്ളുണ്ടെന്ന് ആരും ഓർക്കുന്നത്. അതാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞത്. സംഭവം ഇങ്ങനെയാണ്. എല്ലാവരും ഈ ഒരു ഡ്യൂറേഷൻ ഉള്ളൂ ശരിക്കും പറയണെങ്കിൽ, ഒരു 15-20 മിനിറ്റ്. അല്ല, പിന്നെ എനിക്ക് തോന്നുന്നു പാട്ടുകൾ നിങ്ങൾക്കാണ്. അല്ല, ആ പാട്ടുണ്ട്, ഒരു പാട്ടിലുണ്ട്. പുള്ളിക്കാരിയും ഗോകുലിനും കൂടി ഒരു പാട്ടുണ്ട്. പിന്നെ നമുക്ക് ഓട്ടമാണ്. നിങ്ങള് ഫുള്ള് ഓടാ. നമ്മൾ ഓൺ ചെയ്ത ഓട്ടം തുടങ്ങിയിട്ട് നിക്കണില്ല. പ്രശ്നം ഈ ബൈക്കിലുള്ള ഓട്ടാ. അല്ല, ഞാൻ കാറിലും ബൈക്കിലും ഉണ്ടല്ലോ. തുടക്കത്തിൽ ബൈക്കിൽ കണ്ടാണ് ഞാൻ പറഞ്ഞത്. അടിച്ചു മാറ്റുന്ന ആളാണല്ലോ. കഥയൊക്കെ പഠിച്ചിട്ട് വന്നേക്കോ ബൈക്കില്. ബൈക്കിലുണ്ട്. അപ്പൊ ഫസ്റ്റ് നീ പറഞ്ഞല്ലേ ബുള്ളറ്റിനല്ലേ പറഞ്ഞത്. അപ്പൊ ഈ ഇത്തരം ഒരു സിനിമ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇത്തരം ഒരു സിനിമ എല്ലാവരും നമ്മൾ ഇവിടെ വെച്ച് കാണുന്നു അല്ലെ? അപ്പൊ ഈ കഥ കേട്ടിയപ്പോ നമുക്ക് കുറച്ച് വിഷമുള്ളൂ, കുറച്ച് സമയത്തുള്ളൂ എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ഇത്തരം സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു കാരണം ഉണ്ടാവില്ല നമ്മൾ? ഇല്ല, ഇപ്പൊന്ന് പറയുമ്പോ ശരിക്കും ഇത് ഒരു വർഷം ആയിട്ടുണ്ടാവും ഷൂട്ട് കഴിഞ്ഞിട്ട്. ടർബോന് മുന്നേ ചെയ്ത പടമാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് എന്താണ് കുറച്ച് ഇത് കിട്ടുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി ആയിട്ട് വിചാരിച്ചത്. ഭയങ്കര സെലക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിന്നിട്ടില്ല. കൂടുതൽ സ്ക്രീൻ സ്പേസ് വേണം. ഇപ്പോഴാണെങ്കിൽ പോലും ഒരുപാട് സ്ക്രീൻ സ്പേസ് വേണം എന്നുള്ള രീതിയിൽ എനിക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ. അപ്പോൾ അത് കുറച്ച് നാടനായിട്ടുള്ള, ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഇതിലുള്ളത്. കുറച്ച് നാടനായിട്ടുള്ള, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു ടച്ചുള്ള കഥാപാത്രമാണ്. ഇപ്പൊ ടർബോയിൽ നോക്കുകയാണെങ്കിൽ അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു കുഞ്ഞുകുട്ടി, ഒരു 21 years ഉള്ള ഒരു മോഡേൺ ആയിട്ടുള്ള, മറ്റൊരു നാടൻ, ഇത് മോഡേൺ, ഏജും വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പൊ അത് നോക്കി ഞാൻ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താണ്. ഈ ടർബോ റിലീസിന് ശേഷമാണ് താങ്കളിലേക്ക് പ്രഷർ എത്തുന്നത്. നമുക്ക് ടർബോ ഇന്റർവ്യൂ എടുക്കും പോകുമ്പോൾ അങ്ങനെയൊന്നും അറിയുന്നില്ല. അപ്പൊ തന്നെ കമന്റുകളുണ്ട്, ഇത് റിലീസിന് ശേഷമാണ് ഒരു ചർച്ചയാവുന്നത് പറയാം. അത്തരം രീതിക്ക് തന്നെ ഒരു മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് ടെർബോയിലേക്ക് പ്രൊമോഷന് വേണ്ടി വന്നിരുന്നത്. ടെർബോ കണ്ടു കഴിഞ്ഞപ്പോഴാണ്
ഇത്ര നല്ലൊരു കഥാപാത്രം ചെയ്ത് പ്രേക്ഷകർ മനസ്സിലാക്കുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ റെസ്പോൺസ് എനിക്ക് ഇതുവരെ ഇപ്പൊ പടത്തില് അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി അങ്ങനെ അത്രയും സ്ക്രീൻ സ്പേസ് ഉള്ള ക്യാരക്ടർ കിട്ടിയിട്ടില്ല സത്യം പറയണേ. ഇപ്പൊ അഞ്ചാം പാതിരയിലാണെങ്കിലും ഞാൻ ചെയ്തത് ഇമ്പാക്ട്ഫുൾ ആണ്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കഥാപാത്രം. പക്ഷെ പറയുകയാണെങ്കിൽ കുറച്ച് നേരേ ഉള്ളൂ. പക്ഷെ ടർബോയിലേക്ക് വരുമ്പോൾ അത് ത്രൂ ഔട്ട് ഉണ്ട്. അതും മമ്മൂക്കയുടെ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റിലീസ് കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ട, ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാനും ആൾക്കാർ നല്ലത് പറയാനും ഒക്കെ തുടങ്ങിയപ്പോൾ അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. എന്നും നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നാലാൾക്കാർ നമ്മളത് നല്ലത് പറയുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ ഭയങ്കര സന്തോഷമായി. അപ്പുറത്തേക്ക് കിട്ടി. അതെ അതെ, പിന്നെ അല്ലേ? വെരി ഹാപ്പി. ഇനി ഈ സിനിമ അങ്ങനെ തന്നെ കിട്ടട്ടെ. ആവട്ടെ. അത് അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തു വെച്ച സിനിമകളെല്ലാം നമ്മൾ അങ്ങനെ തന്നെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അതെ അതെ ഒരു പേരിൽ ഒതുങ്ങി പോകാതെ പല സിനിമയുടെ ക്യാരക്ടർ പേരിൽ വിളിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം. ചിലപ്പോൾ ഒരു പേരിൽ നിന്ന് ഒതുങ്ങുന്നവരുണ്ട്, പക്ഷെ പല ക്യാരക്ടറിന്റെ പേര് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. കഴിഞ്ഞ സിനിമ റിലീസ് ചെയ്തു, അതും ഒത്തിരി കാലം ഷൂട്ട് ചെയ്തിട്ട് കാത്തിരുന്ന സിനിമ. ഇതും 1 വർഷം അങ്ങനെയാണ് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു സങ്കടം തോന്നാറില്ലേ? ഇല്ല, പടം ഇറങ്ങാണ്ടിരിക്കുന്നില്ലല്ലോ. കുറച്ച് വൈകിയാലും പടം ഇറങ്ങുന്നുണ്ട്, നല്ലതിനായിരിക്കാം. ഇറങ്ങാണ്ട് എത്രയോ പടങ്ങൾ പോകുന്നുണ്ട് ആൾക്കാരുടെ. ഹാപ്പിയാണ്, വന്നതൊക്കെ ഹാപ്പിയാണ്. ഇപ്പം പുതിയ സിനിമകളൊക്കെ, ഇനിയുള്ള പുതിയ സിനിമകളൊക്കെ അഭിനയിക്കുന്നത് ഒരു നമ്മുടെ ഇടിയൻ ചന്തു എന്ന് പറഞ്ഞ പടം വിഷ്ണു കൃഷ്ണൻ്റെ, പിന്നെ തയ്യൽ മിഷൻ എന്ന് പറഞ്ഞ പടം ചെയ്തായിരുന്നു ഗായത്രി സുരേഷ്, നമ്മുടെ ശ്രുതി ജയനൊക്കെ ആയിട്ട്. അങ്ങനെ 1-2 പരിപാടികൾ, പിന്നെ എഴുത്ത് പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. എഴുത്തവിടം വരെ ആയി? അതാണ് ഞാൻ ഒന്ന് ചോദിക്കണം എന്ന് ഓർത്തിരിക്കണം. എഴുത്ത് ഇങ്ങനെ പ്ലാനിങ് ഉണ്ട്. തുടങ്ങിയില്ലേ പരിപാടി തുടങ്ങിയാ ഞാൻ പറയാം. ഞാനിപ്പോ പറഞ്ഞാണ് ഇവരൊന്നും ആ വേഷം ചോദിക്കൂല. വേഷത്തിൽ ഒന്ന് സെറ്റായിട്ട് പറഞ്ഞ അതല്ല രസം. എങ്കിലും പടം ഉണ്ടോ? അത്രേ ഉള്ളൂ. എന്നാ ഏത് വർഷത്തേക്ക് ഉണ്ടെന്നൊന്നും കൂടെ ഒന്ന് പറയണേ. അടുത്ത് തന്നെ ഉണ്ടോ? അടുത്ത് തന്നെ ഉണ്ടാവും. വലിയ കാസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതാണ് ഞാൻ എനിക്കിങ്ങനെ. അതെ, അതന്നെ കറക്റ്റ്. അതന്നെ വലിയ കാസ്റ്റിംഗ് പരിപാടിയാണ്. പറയില്ല, എന്നാലും എന്തെങ്കിലും ഒരു സാധനം കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ഒന്നും പറയില്ല. ഫസ്റ്റ് നിങ്ങൾ വിളിച്ചു പറയും ഒന്ന് റെഡി ആവട്ടെ എന്നേ. ഇത്ര ന്യൂസ് കിട്ടിയില്ലേ? വലിയൊരു സബ്ജക്റ്റ് ആണ് കേട്ടോ. വലിയ കാസ്റ്റിംഗ് ആണെന്നുള്ള കിട്ടിയില്ലേ? വലിയ കാസ്റ്റിങ്ങോട് കൂടി വലിയൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പം കൂടെ പിടിച്ചാണ് ഞാൻ ആദ്യമൊക്കെ ചോദിച്ചു വെച്ച് ഇതിനൊക്കെയാണ്. ആ റൂട്ടും കൂടെ വന്നില്ലേ? അടിപൊളിയായിട്ട് വരട്ടെ. ആ റൂട്ടും കൂടി ഞാൻ തന്നിട്ടുണ്ട്. ഇനിയും ഇവിടെ വേണ്ടി ഇനിയും എന്നെ ബോർണാന്ന് തോന്നല്ലോ. ഇതൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് അല്ല, മറന്നു പോലെന്ന് ഓർമ്മപ്പെടുത്തേ. ഇപ്പൊ നേരത്തെ എന്നോട് പ്രശാന്ത് പറഞ്ഞല്ലേ, എന്നെ ഓർത്തിരിക്കണമെന്നില്ല. അവരവരുടെ കൂട്ടുകാർ ഒരുപാട് അടുത്തേക്ക് പോകുന്നുള്ള ചിന്താഗതി പാടില്ല. ഇപ്പൊ കൂടുതൽ ഇപ്പൊ ഞാനിവിടെ എടുത്ത് ഒരു ഡിമാൻഡ് വെക്കുകയാണ്, അതൊക്കെ മറന്നു പോകല്ലോ. അങ്ങനെയൊന്നുമില്ല. അവർക്ക് പറ്റിയ സാധനമാണ് നമ്മൾ എന്തായാലും വിളിച്ചിരിക്കും. അല്ലാണ്ട് പറ്റാത്തൊരു സാധനം കൊടുത്തിട്ട് കാര്യമില്ല. അവർക്കും യൂസ് അല്ല, നമുക്ക് യൂസ് അല്ല. അപ്പൊ എന്തായാലും ഈ വർഷം അവസാനത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സിനിമ കേട്ടോ. അതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനൊന്ന് ചോദിച്ചത്. എനിക്ക് ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്ന് ഒപ്പിയെടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചത്. ഇല്ല, അത് മൊത്തത്തിലൊന്നും എല്ലാം കൂടി സെറ്റായിട്ട് പറയുമ്പോഴാണ് അത് രസം. അത് മതിയെന്നേ ഉണ്ടാവും, എന്തായാലും സംഭവം ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ. എല്ലാ സിനിമകളും ഒത്തിരി നാളത്തെ ആഗ്രഹങ്ങളുമാണല്ലോ. അങ്ങനെ ആ സിനിമ ഉണ്ടാകണമല്ലോ. ഇനിയിപ്പം ഒരു വേഷം ചെയ്യണം. ഇപ്പൊ കുറെ വേഷങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞേ, നമുക്ക് അറിയാവുന്ന ഇഷ്ടപ്പെട്ട വേഷം ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കഥാപാത്രം, നമ്മൾ മറ്റുള്ളവരെ കണ്ട് മറ്റുള്ളവർ ചെയ്തു വെച്ചിരിക്കുന്ന അത്തരം ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന കഥാപാത്രങ്ങളുണ്ടോ മനസ്സിൽ? ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് എനിക്ക് ഭയങ്കര. എന്നാലും ഇപ്പം എൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഒരു സ്ട്രക്ചർ നോക്കി പറയാൻ പറ്റുന്നതാണ് ഒരു പോലീസ് കഥാപാത്രം നല്ലത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നല്ലൊരു എന്താണ് പോലീസ് കഥാപാത്രം? അതെന്താന്ന് എനിക്കറിയില്ല. അത് കുറച്ച് ദിവസങ്ങളായിട്ട് അത് നമ്മള് മറ്റേ സ്വാതന്ത്ര്യത്തിൽ അങ്ങനെ അല്ലാതെ ഒരു കുറച്ച് ഇതായിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രം, കുറച്ച് ഈ ഭയങ്കര ഇതല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സബ് ഇൻസ്പെക്ടറോ ഒരു CIO ഒക്കെ ചെയ്താൽ കൊള്ളാം. അതൊരാഗ്രഹമുള്ള എല്ലാവരും പോലീസ് വിടാൻ നോക്കുമ്പോൾ നമ്മൾ പോലീസിലേക്ക്. അല്ല, അതെന്താണെന്നറിയില്ല. അതെനിക്ക് കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലേക്ക് കൂടിയിരുന്നു. അത്തരം ഒരു കഥാപാത്രമാണ് മനസ്സിലുള്ളത്. അത് ഞാനിപ്പോഴും ചോദിച്ചോ എന്തുകൊണ്ടാന്ന് ചോദിക്കില്ല. ആരെങ്കിലും കണ്ട് നമ്മൾ അതിലേക്ക് പോകണം. നമ്മൾ മമ്മൂക്കാടൊക്കെ ഇൻസ്പെക്ടർ ബൽറാം ഉൾപ്പെടെയുള്ള സിനിമ നമുക്കറിയാം. മമ്മൂക്കാട അങ്ങനെ കണ്ട് ഒരു ശീലിച്ച അത്തരം ഒരു കഥാപാത്രം കിട്ടിയാൽ എന്നുള്ള ആഗ്രഹമാണോ? ഇല്ല, അങ്ങനെയല്ല. കണ്ടിട്ടുള്ള കഥാപാത്രം അല്ല, അല്ലാത്ത ഒരു പോലീസ്, ഒരു ഡിഫറൻറ്റ് സാധനം, ഒരു ഷെയ്ഡൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉണ്ടോ? നെഗറ്റീവ് ഷെയ്ഡ് എന്നുള്ളതല്ല,
നമ്മുടെ ഈ കിട്ടുമ്പോ എനിക്ക് എന്തോ ചെയ്യാനുള്ള പോലെ തോന്നും പോലീസ് കഥാപാത്രത്തിൽ. കൃത്യമാണ്, ഒരു ആഗ്രഹമാണ്, വലിയ കഥാപാത്രമാണ്, പോലീസ് കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ചെയ്യാൻ പക്ഷെ പറ്റണം. അല്ലേ ഞാൻ പറ്റണം. അതൊന്നും നല്ല സാധനമായിരിക്കണം ആ, ചെയ്യാൻ പറ്റിയ അല്ല അല്ല അത് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് സംസാരിച്ചത് ഒരു എഴുത്തുകാരന്റെ ഒരു ഓട്ടമാണെന്ന് പോയത്. എന്ത് പറഞ്ഞാലും എടുക്കണത് വേറെ പോലെ. അല്ല അത് കൃത്യമാണ് പറഞ്ഞത്. നമുക്ക് പറ്റുന്നതാകണമെന്നും കൂടെ പറയുന്നുണ്ട്, എടുത്തെടുത്ത് പറയുന്നുണ്ട്. യൂസ്ഫുൾ ആണൊക്കെ, അതാണ്. പ്രേക്ഷകർ ഇഷ്ടപ്പെടണമല്ലോ. നമ്മൾ ഇറങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ വേഷമാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രേക്ഷകരെ മനസ്സിലുണ്ടെങ്കിൽ ആ കലാകാരന്റെ അല്ലെങ്കിൽ കലാകാരിയുടെ വളർച്ചയാണ്. നമ്മൾ ആ പടം വിജയവും പരാജയവും ഉണ്ടാകും. വിജയിച്ച പടത്തിൽ അറിയുമ്പോൾ കൂടുതൽ ഇഷ്ടം, വിജയിക്കാത്ത പടത്തിൽ നമ്മുടെ ക്യാരക്ടറെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലും സമാധാനം ഉണ്ടാവുള്ളൂ, അതിലും മാറ്റമൊന്നുമില്ല. ഈ പുതിയ സിനിമകളൊക്കെ യാത്ര എങ്ങനെയാണ് വിജയ്? എവിടെയാണ് ഇവിടെ അല്ല ഇപ്പൊ എന്താണ് ആലോചിച്ചത്? ഇപ്പൊ ആലോചിച്ചിരുന്നത് എന്താണ്? ഇപ്പൊ ആലോചിച്ച പുള്ളി സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്ന ആരുടെ ഇവിടെ ഇന്റർവ്യൂ എടുത്ത് പുറത്ത് നിന്ന് സംസാരിക്കും. അതായിരുന്നു എന്റെ ചിന്ത. അല്ല, താനിപ്പോ തിരിഞ്ഞു നോക്കിയില്ലേ? എങ്ങനെ ഇവിടെ എന്തോ ഒച്ച കേട്ടു. അപ്പൊ പുള്ളി ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പൊ ഞാനിത് ആരാണ് ഇന്റർവ്യൂ എടുക്കുമ്പോ ഇവിടെ കാണാൻ പാടില്ലേ ബസ് കേൾക്കണം, അത് ചിന്തിച്ചോണ്ടിരിക്കുന്നു. ആ ചിന്തയിലേക്കാ പോയത്. അർജുന ആയിക്കോളൂ, വെറുതെ ഇരുന്ന് ഡയലോഗ് എഴുതും. അർജുൻ ഡയലോഗ് എഴുതുന്നതാണ്. ഇനി ഇവിടെ പറയാനുള്ള ഡയലോഗ് പെട്ടെന്ന് സ്പോട്ടില് ഡയലോഗ്. ആ ഞങ്ങള് സീൻ എടുത്തോണ്ടിരിക്കുമ്പോ അപ്പൊ കൊണ്ടുവന്നേക്ക 2 പേജ് പുള്ളിക്കാണെങ്കിൽ കറക്റ്റ് മലയാളം അറിയില്ല, ഇച്ചിരി പരിങ്ങല മലയാളം. നല്ല രസമാണ്. അതല്ലേ, അത്തരം ഡയലോഗ് കൊണ്ട് തന്നിട്ടുണ്ട്. പാലക്കാട് അല്ല, നിങ്ങൾക്ക് പറയാൻ കഴിയുന്നോണ്ടോ അങ്ങനെ പെട്ടെന്ന്. അതിന്റെ ഹ്യൂമർ ആളെ കാണുമ്പോ നമുക്ക് ഈ പറഞ്ഞിട്ട് വേറെന്തോ സൈസൊക്കെ ഇട്ട് കലിപ്പ് ഒക്കെ ഉള്ള ഒരാള് ഭയങ്കര പാവാ. ഈ പടം ഇറങ്ങുമ്പോൾ മനസ്സിലാവും നിൽക്കുന്നത് അയാൾ എന്തോരം ചെറിയൊരു മനസ്സിന്റെ ഉടമയാണെന്നുള്ളത്. അത്തരം ഡയലോഗുകളാണോ? അതല്ലേ, അത് അഭിനയിച്ചിട്ടൊന്നുമില്ലല്ലോ. അത് കൊടുക്കില്ലാരും. അങ്ങനെയൊന്നും താല്പര്യമില്ലെന്ന്. പുള്ളിക്ക് എഴുതണം, ഡയറക്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു മൂടാലുണ്ട്. അഭിനയിക്കണം എന്നൊന്നും ഇതിലോട്ട് പറഞ്ഞു ഞാൻ കേട്ടില്ല. പുള്ളിക്ക് എഴുത്തും ഡയറക്ഷനുമാണ്. അതിലേക്ക് താല്പര്യം. ഞാൻ കിച്ചൻ്റെ അടുത്ത് ചോദിച്ചത് ഇനിയുള്ള യാത്ര എങ്ങനെയാണ്, സിനിമ യാത്രകൾ? ഇനിയിപ്പോ ഒരു പരിപാടി റോഷൻ എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു പരിപാടിയാണ്. അവന്റെ അത് ജൂലൈ ലാസ്റ്റൊക്കെ ആവുമായിരിക്കും. സ്ക്രിപ്റ്റ് ഏകദേശം കഴിഞ്ഞു, ഒന്ന് വൃത്തിയിൽ വന്നിട്ടുണ്ട്. ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റിൽ തുടങ്ങാം എന്നുള്ള പ്ലാനിലിരിക്കുന്നു. ബാക്കി അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ ഒരു പരിപാടിയായിട്ട് വെച്ചേക്കണേ. ബാക്കി പറഞ്ഞ പോലെ ഷർഫിൻ്റെ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അവരുടെ പടങ്ങളിലെ കാര്യങ്ങൾ. അത് ഉണ്ട്. ഒന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, ആകാതെ പറയാനും പറ്റുന്നില്ലല്ലോ. ഇല്ല, റിലീസിന് ഈ പടം മാത്രം റിലീസിന് ഇത് മാത്രം ചെയ്തു വെച്ചിരിക്കുന്നത് പട്ടാപ്പകൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഈ സിനിമയാണ് റിലീസിനുള്ളത്. ലൊക്കേഷനിലുള്ള ഒരു അനുഭവം നമുക്ക് കോട്ടയം സൈഡൊക്കെ ആ ഒരു അനുഭവം ഓർത്തെടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും രസകരമായ ഒരു മുഹൂർത്തം? രസകരമായ അനുഭവം നമ്മളൊക്കെ മൂന്ന് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ല ഏതാണ് പറയാ? മെയിനായിട്ട് അർജുന്റെ സംഭവമാണ്. റൈറ്റർ അർജുനെ ഭയങ്കര രസമായിട്ട് കിച്ചുട്ടലസ് ഇമിറ്റേറ്റ് ചെയ്യും, സൗണ്ടും പരിപാടി. അപ്പൊ അതായിരുന്നു നമുക്കുള്ള ഒരു എന്റർടൈൻമെന്റ്. പാലക്കാട് ഇതാണല്ലോ. അപ്പൊ ശരിക്ക് അതായത് കിച്ചു പറയുമ്പോ അങ്ങനത്തെ ഭാഷയോ അല്ലെങ്കിൽ അങ്ങനത്തെ സൗണ്ടോ ഒന്നും അല്ല അർജുന്റെ. ഓക്കെ, പക്ഷെ പടം തീരാറായതിന് അങ്ങനെയായി. പുള്ളി അങ്ങനെയായിന്ന് അപ്പൊ മനസ്സിലാവൂല അയാളുടെ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് അർജുനെ കാണുമ്പോ എന്നോട് ഫ്രണ്ട് സീറ്റിൽ അർജുൻ ഇരിക്കുന്നു. അപ്പൊ ഞാൻ റൂമിൽ നിന്ന് വന്ന് ഞാൻ ബാക്കിൽ കയറിയിരിക്കുമ്പോ എന്റെ വിചാരം ഇത് സ്റ്റൺ മാസ്റ്റർ ആന്നാ. തൊപ്പിയൊക്കെ വെച്ചിട്ട് അപ്പൊ ഒരാള് കേറില്ല, ഒരു ഗുഡ് മോർണിംഗ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഡേ ഇടിയാണ് എന്ത് തുടങ്ങുമ്പോ തന്നെ. പിന്നെയാണ് ഞാനാണ് റൈറ്റർ എന്ന് പറഞ്ഞിട്ട് വരണ ആള് അവിടെ നിന്നിട്ടുള്ള. പക്ഷെ ഭയങ്കര 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 ജെന്യൂൻ, ഭയങ്കര ഭയങ്കര നിഷ്കളങ്കനായ ഒരു നല്ല മനുഷ്യൻ. പുള്ളിയുടെ മറ്റേ കോമഡി ഉണ്ട്, കണ്ണു പോയത്. ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് പോവാണ് റൂമിലേക്ക്. അപ്പൊ ആളുടെ റൂമിന്റെ അടുത്താണ് റൈറ്ററുടെ റൂം. അപ്പൊ ഞാൻ എന്റെ താഴത്ത്, ഞാൻ അങ്ങോട്ടും പോയി, ആള് മേളിലേക്കും പോയി. വെളുപ്പിന് 5 മണിയായപ്പോ ഒന്ന് ഡോറ് മുട്ടുണ്ട് എന്റെ. ഞാൻ തുറന്നു നോക്കുമ്പോ പുള്ളിയുടെ കണ്ണിങ്ങനെ വീർത്തിരിക്ക, നീര് വന്നിട്ട് എന്തോ ആയിട്ട് എന്തോ പാറ്റ എന്തോ പ്രാണി ഇങ്ങനെ പോയപ്പോ ഞാൻ ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഇറിറ്റേഷൻ വന്നപ്പോ ഞാൻ വെള്ളം ഒഴിച്ചു. അപ്പൊ ഇത് സ്ക്രാച്ച് ആയി.
ഞാൻ ഈ ലാസ്റ്റത്തെ ഈ ഓട്ടത്തിന്റെ ഇടയിലാണ് ശശിയേട്ടനൊക്കെ ഉണ്ട് അവിടെ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചുമ്മാ അടിച്ച് കഥ ഉണ്ടാക്കി. അർജുനാണല്ലോ കൊണ്ടുപോയത്. അപ്പൊ അർജുൻ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ എന്തോ ഇവര് തമ്മിൽ സംസാരിച്ചതിന്റെ ഇടയിൽ തർക്കം ഉണ്ടായിട്ട് കണ്ണടിച്ച് കാട്ടിക്കളഞ്ഞാന്ന് പറഞ്ഞു. പുള്ളിക്ക് അത് ഓർമ്മയില്ലാന്ന് പറഞ്ഞു, നോക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഡൗട്ടേ അങ്ങനെ ഉണ്ടായോ. ഞാൻ അർജുനെ പിന്നെ പിറ്റേ ദിവസം CCTV ഉണ്ട് ഇവിടെ. ആ പുള്ളിക്ക് ടെൻഷൻ, എന്റെ പൊന്ന് എന്റെ കയ്യിൽ നിന്ന് പറ്റിയോ. സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ലെന്നൊക്കെ. അങ്ങനെ അർജുനായിരുന്നു സത്യത്തിൽ ഈ പടത്തിന്റെ മൊത്തത്തിലൊരു രസം. ഫണ്ണായിരുന്നു. പിന്നെ ബാക്കി എന്താ വെച്ചാൽ രാവിലെ ഷൂട്ട് തുടങ്ങും, കാരണം 6 മണിക്കുള്ളിൽ തീരണമല്ലോ. അപ്പൊ അതിന്റേതായ ഒരു രാത്രി ഒത്തിരി സമയമുണ്ട്. അതിന്റേതായ ഒരു സ്പീഡ് ഉണ്ട് രാവിലെ ഷൂട്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഡേറ്റുകൾ 10 ദിവസമുള്ളവർക്ക് 8 ദിവസം കഴിഞ്ഞ്, 35 ദിവസത്തോടെ 32 ദിവസം കഴിഞ്ഞ്, അങ്ങനെയൊക്കെ ഒരു എടാപിടി എന്ന് പറഞ്ഞ പരിപാടി തീർന്നു. അതല്ലേ. അപ്പം എന്തായാലും അർജുൻ്റെ ആ കഥ ഗംഭീരമായിട്ടുണ്ടാവും. അദ്ദേഹം ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൽ ഒത്തിരി കോമഡി വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം തന്നെ ഇങ്ങനെയാണെങ്കിൽ എഴുത്തിലും കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. എല്ലാ സിനിമകളും വിജയിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. അതുപോലെ അതോടൊപ്പം തന്നെ ഈ സിനിമയും ചെറുതല്ല, ഇത് വലിയ സിനിമയാണ്. കാരണം അത്രയും ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ. ചെറിയ സിനിമയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല സിനിമയാണ്. നല്ല സിനിമയാകട്ടെ. നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ്. ഇനി പ്രേക്ഷകർ തീരുമാനിക്കും. നമ്മുടെ എല്ലാം നമുക്ക് നല്ലതാണല്ലോ, ഒരിക്കലും നമ്മളൊന്നും ചീത്ത പറയാറില്ല. അപ്പം നമ്മുടെ നല്ലതാണ്, അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. തിയേറ്ററിൽ കയ്യടി കിട്ടട്ടെ, ചിരിക്കട്ടെ. ഇതിൻ്റെ വലിയൊരു ആഘോഷവും ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. ഒത്തിരി സന്തോഷം 4 പേരും. പട്ടാപ്പകൽ.